ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ എത്തിയാൽ നിരവധി പരാജയ ചിത്രങ്ങളാണ് ബോളിവുഡിനെ അലട്ടിക്കൊണ്ടിരുന്നത്. പല സിനിമകളും വിചാരിച്ചത്ര ഓടിയില്ല. പല സിനിമകളും ഗംഭീര രീതിയിൽ ഒരുക്കിയെങ്കിലും അതൊന്നും പ്രേക്ഷകരിൽ ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. പല റീമേക്കുകളായിരുന്നു കൂടുതലായും സംഭവിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ബോളിവുഡ് ഇപ്പോൾ. ബോളിവുഡിൽ ഇനി സീക്വലുകളുടെ കാലമാണ്. ഗംഭീര ചിത്രങ്ങളുടെ രണ്ടാം ഭാഗങ്ങളാണ് നിരവധിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്. അങ്ങനെ ഒരു ട്രെൻഡ് തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു. പല ഇൻഡസ്ട്രിയിലും അതിന്റെ ചൂട് പിടിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ബോളിവുഡിൽ ഇച്ചിരി കൂടുതലാണ് എന്ന് പറയാം. എന്നാൽ അതേ ഒരു ടോണിലേക്ക് മലയാളത്തിലേക്കും ചൂടുമാറ്റം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ കഴിയും. കാരണം ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ ചിത്രത്തിന്റെ ഒരു രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നതാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന റിപ്പോർട്ട്. അതും സാക്ഷാൽ മോഹൻലാലിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പറയേണ്ടതില്ലല്ലോ. മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്കാണ് മോഹൻലാൽ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ജിതു മാധവൻ ഒരുക്കാൻ പോകുന്ന പടമാണെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുടെ അനൗൺസ്മെന്റ് ആണ് ഇനി വരാനിരിക്കുന്നതെന്നും നമ്മൾ കരുതുകയാണ്. എന്നാൽ അവിടെയാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സർപ്രൈസിംഗ് വാർത്ത ആന്റണി പെരുമ്പാവൂർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരു ഗംഭീര ഐറ്റം അനൗൺസ് ചെയ്ത് വിടും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ പറയുന്നത്. പറഞ്ഞു വരുന്നത് മലയാള സിനിമയിൽ 100 കോടി ക്ലബിന് തുടക്കമിട്ട പുലിമുരുകൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു. അത് വെറും ബോളിവുഡിൽ നിൽക്കുന്ന രണ്ടാം ഭാഗമല്ല, അങ്ങ് തെലുങ്കിൽ നിന്നും ബോളിവുഡിൽ നിന്നും ഒക്കെ നിർമ്മാതാക്കൾ ഒരുമിക്കുകയാണ്. അങ്ങനെ ഒരു ഗംഭീര സംഭവം പടച്ചുവിടാൻ ഒരുങ്ങിയാണ്. വൈശാഖ് നമുക്ക് നൽകിയ ഒരു ഗംഭീര സിനിമയായിരുന്നു പുലിമുരുകൻ എന്ന ചിത്രം. പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയ ഒരു ചിത്രം. തിയേറ്ററിലും ആ പ്രതീക്ഷയ്ക്ക് വാനോളം ഉയരാൻ കഴിഞ്ഞു. വൈശാഖ് അടുത്തിടെ പറഞ്ഞിരുന്നു മോഹൻലാലുമായി ഒരു ഗംഭീര സിനിമയ്ക്ക് ഒരുമിക്കാൻ പോകുന്നു എന്നത്. സ്ക്രിപ്റ്റ് വരെ ലോക്കായിട്ടുണ്ട് എന്നായിരുന്നു വൈശാഖ് പറഞ്ഞത്. എന്നാൽ അതൊന്നുമല്ല ഇനി നടക്കാൻ പോകുന്നത്. ഗംഭീര ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലും വൈശാഖും അവസാനം ഒന്നിച്ചത് മോൺസ്റ്റർ എന്ന ചിത്രത്തിലാണ്. മോൺസ്റ്ററിൽ സംഭവിച്ച ക്ഷീണം തീർക്കാൻ വലിയൊരു പരിപാടി തന്നെ മോഹൻലാലുമായി ആലോചിക്കുന്നുണ്ടെന്നാണ് വൈശാഖ് പറഞ്ഞത്. അന്ന് മോൺസ്റ്ററിന് പകരം ചെയ്യേണ്ടിയിരുന്നത് മറ്റൊരു വലിയ സിനിമയായിരുന്നു. അന്നത് നടന്നില്ല. എന്നാൽ അത് സംഭവിക്കും. അവർ തന്നെയാണ് അത് നിർമ്മിക്കുന്നത്. അതിന്റെ ഡേറ്റും കാര്യങ്ങളും ആളുകൾ എല്ലാം ഒന്നിച്ചു വന്നാൽ അത് സംഭവിക്കും. വൻ പരിപാടിയാണത്. മോൺസ്റ്ററിന്റെ ക്ഷീണമൊക്കെ അന്ന് മാറ്റും. അത് വൻ പരിപാടിയായിരിക്കും എന്നാണ് വൈശാഖ് അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചതും. മോഹൻലാലിന്റെ കരിയറിലെ വൻ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നായ പുലിമുരുകൻ ഒരുക്കിയ സംവിധായകൻ വൈശാഖിന്റെ വാക്കുകളായിരുന്നു ഇത്. എല്ലാവരും അപ്പോൾ പറഞ്ഞു പുലിമുരുകന്റെ രണ്ടാം ഭാഗമായിരിക്കുമോ അതോ മറ്റൊരു സിനിമയായിരിക്കുമോ എന്ന രീതിയിൽ. എന്നാൽ പുലിമുരുകൻ 2 എന്ന് ആരും വിശ്വസിച്ചില്ല. എന്നാൽ അണിയറയിൽ പുലിമുരുകൻ 2 വേണ്ടി വമ്പൻ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോഴാണ് ആ മാറ്ററിലേക്ക് നമ്മൾ കടക്കുന്നത്. 2014 പുറത്തിറങ്ങിയ പുലിമുരുകന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന കാര്യം. ഉദയകൃഷ്ണയും പ്രശാന്തും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് വർക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിൽ നിന്നുള്ള നിർമ്മാതാക്കൾ പുലിമുരുകന്റെ രണ്ടാം ഭാഗത്തിനായി മുളകുംപാടം ഫിലിംസിനെ സമീപിച്ചിട്ടുണ്ട്. വൈശാഖ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ബോളിവുഡ് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം സൃഷ്ടിച്ചിരുന്നു. അത് മറ്റ് ഇൻഡസ്ട്രിയിലും മൊഴിമാറ്റി എത്തിയപ്പോഴും അവിടൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് വലിയ ചില പ്രൊഡക്ഷൻ ഹൗസുകൾ പുലിമുരുകൻ 2 വേണ്ടി സമീപിച്ചിരിക്കുന്നത്. വൈശാഖ് എന്നാൽ ഇപ്പോൾ മറ്റൊരു സിനിമയുടെ തിരക്കിലാണ്. 2026 പുലിമുരുകന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചേക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം പ്രമുഖ ഹിന്ദി, തെലുങ്ക് പ്രൊഡക്ഷൻ ഹൗസുകൾ സംയുക്തമായി പുലിമുരുകന്റെ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുന്നു എന്നത് തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം എഴുത്തുകാരൻ പ്രശാന്ത് ബി പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ രചയിതാവിനുമൊപ്പം ഇതിന്റെ രചനയിലാണ് എന്നാണ്. ഉദയകൃഷ്ണയ്ക്കൊപ്പമാണ് ഈ രചന. സരസ്വതി ഫിലിംസ് ആണ് പദ്ധതിയുടെ ആസൂത്രണം നടത്തിയിരിക്കുന്നത്. പ്രൈം ഷോ എന്റർടൈൻമെന്റ് തെലുങ്കിൽ നിന്നും ABS സ്റ്റുഡിയോസ് ഹിന്ദിയിൽ നിന്നും ടോമിച്ചൻ മുളകുപാടം മലയാളത്തിൽ നിന്നും സഹകരിക്കാൻ ഒരുങ്ങുന്ന സിനിമയാണിത്. തെലുങ്കിലും ഹിന്ദിയിലെയും പ്രൊഡക്ഷൻ ഹൗസുകൾ പുലിമുരുകന്റെ ഹോം പ്രൊഡക്ഷനായ മുളകുംപാടം ഫിലിംസിനെ സമീപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം. അങ്ങനെ വലിയൊരു കൊളാബറേഷൻ തന്നെ സംഭവിക്കുന്നു. ഇത് വൈശാഖ് തന്നെയാണോ സംവിധാനം ചെയ്യുന്നത് എന്നതൊക്കെ അണിയറയിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു സ്ഥിരീകരണം തരാത്ത രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാം ചർച്ചകളിലാണ്, അണിയറയിൽ നടക്കുന്നുണ്ട്. റൂമറുകളാണോ എന്നതൊക്കെ ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും ചൂടുപിടിച്ച വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. പുലിമുരുകന്റെ രണ്ടാം ഭാഗത്തിനായി ഒന്നിക്കുന്നു. ABS സ്റ്റുഡിയോസിന്റെ നിർമ്മാണത്തിലുള്ള സിനിമയിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഋഷഭ എന്ന ചിത്രത്തിൽ അവരുടെ കൊളാബറേഷനും പുതിയ ചിത്രത്തിന് വേണ്ടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 270 കോടിയുടെ നിർമ്മാണ ചെലവിൽ ABS സ്റ്റുഡിയോസ് 3 ചിത്രങ്ങൾ നിർമ്മിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണോ ഈ ചിത്രം എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഗംഭീര പ്രൊഡക്ഷൻ ഹൗസുകളാണ് മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതും പുലിമുരുകന്റെ രണ്ടാം ഭാഗം ഒരുക്കാൻ വേണ്ടി. എന്തൊക്കെയാണ് ഈ മോളിവുഡിൽ സംഭവിക്കുന്നത് എന്ന് ഞെട്ടലോടെ നോക്കിയാണ് പ്രേക്ഷകരും.